നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയ പഠനം ഇന്നത്തെ ക്ലാസ്സിലേക്ക്, പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10ാം ദശകമായ സൃഷ്ടിഭേദ വർണ്ണനത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്, അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ശ്രീമൻ നാരായണത്തിലെ 10ാമത്തെ ദശകത്തിലെ അവസാനത്തെ 5 ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത്. സൃഷ്ടിഭേദ വർണ്ണന, സൃഷ്ടിഭേദങ്ങളൊക്കെയാണ്, ബ്രഹ്മാവ് എങ്ങനെയൊക്കെയാണ് സൃഷ്ടികൾ ചെയ്തത് എന്നുള്ളതിനെ പറ്റിയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാം അമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. നാരായണ ഭട്ടതിരിപ്പാട് മഹാവിഷ്ണുവിനടുത്ത് മുമ്പിലിരിക്കുന്ന ഗുരുവായൂരപ്പനോട് സംസാരിക്കുകയാണ്, പറയുകയാണ്, പ്രഭുവേ, നിങ്ങളല്ലേ ആ ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആള് നിങ്ങളല്ലേ? നിങ്ങളുടെ നാഭീന്ന് ഉദ്ധരിച്ചു വന്ന ആളല്ലേ? പത്മകൽപ്പത്തിൽ നിങ്ങളല്ലേ ബ്രഹ്മാവിനെ മകനായിട്ട് ജനിപ്പിച്ചത്? നിങ്ങൾക്ക് ആ മഹാത്മാവായ നിങ്ങൾ എന്റെ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു തന്നൂടെ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും അവരവരുടെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അസുഖം മാത്രമല്ലല്ലോ, എല്ലാം ആവും. അപ്പൊ ഇപ്പൊ എന്ത് സങ്കടം വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ ശ്ലോകം നല്ലതാണെന്നാണ് വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മള് 10ാമത്തെ ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകം വായിച്ചിട്ട് അടുത്ത 5 ശ്ലോകത്തിലേക്ക് പോകാം. വൈകുണ്ഠവർത്തിത ബലഃ അദഭവത് പ്രസാദാത് അംബോജയോനിഃ അസൃജത് കില ജീവദേഹാൻ താസ്നൂനി ഭൂരുഹ മയാണി തദാ തിരുക്ഷാം ജാതീഃ മനുഷ്യനിവഹാൻ അഭിദേവവേദാൻ മിഥ്യാഗ്രഹ അസ്മി മതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സൃഷ്ട്വാം ഉദ്ധാമ താമസ പദാർത്ഥ വിധാനധൂനഃ തേനേ തുദീയ ചരണ സ്മരണം വിശുദ്ധ്യൈ താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനഃ തുത്പാദഭക്തിരസികാഃ ജുഗ്യുഃ നവാണിം താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ തുത്പാദഭക്തിരസികാഃ ജുഗ്യുഃ നവാണിം താവത് പ്രകോപമുദിതം പ്രതിരുദ്ധതഃ അസ്യ ഭൂമധ്യതഃ അജനിമൂഢഃ ഭവത് ഏകദേശഃ താവത് പ്രകോപമുദിതം പ്രതിരുദ്ധതസ്യ ഭൂമധ്യത അജനിമൂഢഃ ഭവത് ഏകദേശഃ നാമാനി മേ കുരു പദാനി ച വിരിഞ്ചതി ആദോ രുരോധ കില തേന സഹ രുദ്രനാമാ നാമാനി മേ കുരു പദാനി ച വിരിഞ്ചേതി ആദോ രുരോധ കില തേന സഹ രുദ്രനാമാ ഏകാദശ ആഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിതായ ദൈതാഃ വനിതാ ച ദത്വാം താവന്തി അദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം ഏകാദശ ആഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിതായ ദൈതാഃ വനിതാഃ ച ദത്വാം താവന്തി അദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.
ഇനി നമ്മൾ ഈ ദശകത്തിലെ അടുത്ത 5 ശ്ലോകങ്ങൾ ഇപ്പൊ നമുക്ക് വായിക്കാം. ഈ ദശകത്തിലെ 5 ശ്ലോകങ്ങൾ ഇപ്പൊ നമുക്ക് വായിക്കാം. നമ്മളെ ഗുരുവായൂരപ്പനും കൂടെ അടുത്ത് ഇരുന്നോട്ടെ, നമുക്ക് പതുക്കെ. ശരി. രുദ്രാഭിസൃഷ്ടഭയത 6ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. രുദ്രാഭിസൃഷ്ടഭയത ആകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമാ പ്രജാഃ സൃജതപ ചരമംഗളയേതി മാമാ പ്രജാ സൃജതപഃ ചരമംഗളയേതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ. രുദ്രാഭിസൃഷ്ട ഭയദ ആകൃതി രുദ്രസംഗ രുദ്രാദിസൃഷ്ടഭയദാകൃതി രുദ്രസംഗ രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമാ പ്രജാഃ സൃജ തപഃ ചപരമംഗളായേതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ. രുദ്രാഭിസൃഷ്ടഭയാകൃതി രുദ്രസംഗ സംഭൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമാ പ്രജാഃ സൃജതപഃ ചരമംഗളായേതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് പറയുന്നത് വെച്ചാൽ രുദ്രഃ അഭിസൃഷ്ട ഭയത ആകൃതി രുദ്രസംഗ രുദ്ര അഭിസൃഷ്ട ഭയ ആകൃതി രുദ്രസംഗ സംഭൂര്യമാണ് ഭുവനത്രയ ഭീതചേതാഃ മാമാ പ്രജാഃ സൃജ തപഃ ചരമംഗളായേതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ. രുദ്ര അഭിസൃഷ്ട ഭയത ആകൃതി രുദ്രസംഗ സംഭൂര്യമാണ് ഭുവനത്രയ ഭീതചേതാഃ മാമാ പ്രജാഃ സൃജ തപഃ ചരമംഗളായേതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ. ചേർത്ത് വായിക്കുമ്പോൾ രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗ സംഭൂര്യമാണ് ഭുവനത്രയ ഭീതചേതാഃ മാമാ പ്രജാഃ സൃജ തപഞ്ചരമംഗളായി ഇതി ആചഷ്ടതം കമലഭൂഃ ഭവതീരിതാത്മാ. ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം, വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഭയങ്കര മൂർത്തികളായ രുദ്രസംഘങ്ങളാൽ 3 ലോകങ്ങളും നിറയുന്നത് കണ്ട് ഭയന്ന മനസ്സോടു കൂടിയവനായി നിൻ തിരുവടിയാൽ പ്രേരിതനായ ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിക്കേണ്ട, ലോകക്ഷേമത്തിനായി തപസ് ചെയ്യുക എന്നിപ്രകാരം ആ രുദ്രനോട് ആജ്ഞാപിച്ചു. രുദ്രനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന് ദേഷ്യം വന്നപ്പോഴാണ് രുദ്രൻ വന്നതെന്നാണ് പറയുന്നത്. 2 പുരികക്കുടികൾക്കിടയിൽ കൂടി രുദ്രൻ ചാടി പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. സനത് കുമാരന്മാരുടെ കുട്ടികളെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവര് സൃഷ്ടികൾ ചെയ്യാൻ മടിച്ചു. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നപ്പോഴാണ് അങ്ങേരുടെ നെറ്റിയിൽ നിന്നാണ് രുദ്രൻ വന്നെന്ന് പറയുന്നത്. അപ്പൊ രുദ്രൻ സൃഷ്ടികളെ തുടങ്ങി. രുദ്രന്റെ സൃഷ്ടികളെ കണ്ടപ്പോൾ ബ്രഹ്മാവ് തന്നെ പേടിച്ചുപോയി. അപ്പൊ രുദ്രൻ അങ്ങ് ധാരാളം പേരെ സൃഷ്ടിച്ചു. അതായത് രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട അവരൊക്കെ ഭയങ്കര മൂർത്തികളായിപ്പോയി. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഭയങ്കര മൂർത്തികളായ രുദ്രസംഘങ്ങളാൽ 3 ലോകവും നിറയുന്നത് കണ്ട് ഭയന്നുപോയ ഭഗവാൻ ബ്രഹ്മാവ് ഭയന്ന മനസ്സോടു കൂടിയവനായി നിൻ തിരുവടിയാൽ എപ്പോ പറഞ്ഞാലും ബ്രഹ്മാവ് സ്വയമേ ഒന്നും പറയുന്നില്ല. നിൻ തിരുവടിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായ ബ്രഹ്മാവ് എന്നാ പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് രുദ്രനോട് പറഞ്ഞു, മതി നിന്റെ സൃഷ്ടിയൊക്കെ മതി, നീ പോയിട്ട് തപസ് ചെയ്യുക. നിന്റെ സൃഷ്ടി കാരണം ലോകത്ത് മുഴുവൻ നിന്റെ ഭയങ്കര മൂർത്തികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു, മതി നീ സൃഷ്ടി ചെയ്തത് എന്ന് ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു. ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭട്ടതിരിപ്പാട് പറയുന്നു, നീ പറഞ്ഞിട്ടാണ് ബ്രഹ്മാവ് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അതാണ് ഭയന്ന മനസ്സോടു കൂടിയായി നിൻ തിരുവടിയാൽ പ്രേരിതനായ ബ്രഹ്മാവ്. അപ്പൊ രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഭയങ്കര മൂർത്തികളായ രുദ്രസംഘങ്ങളാൽ 3 ലോകവും നിറയുന്നത് കണ്ട് ഭയന്ന മനസ്സോടു കൂടിയവനായി നിൻ തിരുവടിയാൽ പ്രേരിതനായ ബ്രഹ്മദേവൻ
പ്രജകളെ നീ സൃഷ്ടിച്ചത് മതി, ലോകക്ഷേമത്തിനായി പോയി തപസ് ചെയ്യുക എന്ന് പ്രകാരം രുദ്രനോട് ആജ്ഞാപിച്ചു. ബ്രഹ്മാവ് ആജ്ഞാപിച്ചു പറയുമ്പോൾ നിന്തിരവിടിയാൽ പ്രേരിതനായ ബ്രഹ്മാവ് ആജ്ഞാപിച്ചു എന്നാണ് ഈ നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 7ാമത്തെ ശ്ലോകം. തസ്യാദസർഗരസികസ്യ മരീചിഃ അത്രി തത്രംഗീരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുഃ ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദ ച ഭഗവൻ ഭവതാംഘ്രിദാസഃ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസഃ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ അംഗാദജായത്തെ ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവാൻ ഭവതംഘ്രിദാസഃ. തസ്യ അധ സർഗ രസികസ്യ മരീചിഃ അത്രിഃ. തസ്യ അധ സർഗ രസികസ്യ മരീചിഃ അത്രിഃ തത്ര അംഗീരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യ അംഗാത് അജായത ഭൃഗുഃ ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദ ച ഭഗവൻ ഭവതംഘ്രിദാസഃ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാഃ ക്രതുമുനിഃ പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെ, അനന്തരം സൃഷ്ടികർമ്മത്തിൽ ഉത്സുകനായ, പിന്നീട് രുദ്രനെ പറഞ്ഞു, മതി നീ സൃഷ്ടിച്ചതൊക്കെ മതി, നീ ഇങ്ങ് തപസ് ചെയ്യ് എന്ന് രുദ്രനെ ആജ്ഞാപിച്ചിട്ട്, അങ്ങനെയല്ല ആജ്ഞാപിക്കുന്നത്, നീ തിരുവടിയാൽ നീ പറഞ്ഞ പ്രകാരം നീന്റെ പ്രേരണ കൊണ്ട് ബ്രഹ്മാവ് രുദ്രനെ നീ സൃഷ്ടിച്ചത് മതി, അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു. പോയി തപസ് ചെയ്യുമെന്ന് പറഞ്ഞു. അനന്തരം സൃഷ്ടികർമ്മത്തിൽ ഉത്സുകനായ ആ ബ്രഹ്മാവിന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും പിന്നീട് സൃഷ്ടി ചെയ്യാനായിട്ട് ബ്രഹ്മാവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രഹ്മാവിന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ഓരോരുത്തരായിട്ട് ജനിക്കാൻ തുടങ്ങി. അവയവങ്ങളിൽ നിന്നും മരീചി, അത്രി, അങ്കിരസ്, ക്രുതു മഹർഷി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്നല്ല അവരൊന്നിച്ച് നിൻതിരുവടിയുടെ തൃപ്പലദാസനായ ഷഡ്ഗുണ പരിപൂർണനായ ശ്രീ നാരദമുനിയും ജനിച്ചു. ഇങ്ങനെ ബ്രഹ്മാവിന്റെ അവയവങ്ങളിൽ നിന്നും ആരൊക്കെയാണ് ജനിച്ചത് കേൾക്കൂ. ബ്രഹ്മാവിന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും മരീചി, അത്രി, നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ, മരീചി മുനി, അത്രി മുനി മഹർഷി, അങ്കിരസ മഹർഷി, പിന്നെ ക്രുതു മഹർഷി, പിന്നെ പുലഹ മഹർഷി, പിന്നെ പുലസ്ത്യ മഹർഷി, പിന്നെ ഭൃഗു മഹർഷി, പിന്നെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വസിഷ്ഠൻ, പിന്നെ ദക്ഷൻ. ഇവർ മാത്രമാണോ ജനിച്ചത് അവയവങ്ങളിൽ നിന്നും? ഇല്ല, നാരദനും കൂടെ ജനിച്ചു. ബ്രഹ്മാവിന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും നാരദനും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോ അനന്തരം സൃഷ്ടികർമ്മത്തിൽ ഉത്സുകനായ ആ ബ്രഹ്മാവിന്റെ അവയവങ്ങളിൽ നിന്നും മരീചി, അത്രി, അങ്കിരസ്, കൃതുമഹർഷി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്നല്ല ഇവരൊന്നിച്ച് നിൻ തിരുവടിയുടെ തൃപ്പദദാസനായ ഷഡ്ഗുണ പരിപൂർണനായ ശ്രീ നാരദമുനിയും ജനിച്ചു. അടുത്തത് 8ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ധർമാദികാനപസൃജൻ അധകർദമം ച വാണീം വിതായ വിധിഃ അങ്കജഃ സങ്കുലാഭൂത്. ധർമാദികാൻ അവസൃജൻ അധകർദമം ച വാണീം വിതായ വിധിഃ അങ്കജ സങ്കുലാഭൂത്. തുദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനുജൈഃ ഉദ്ബോധിത ച വിരരാമ തമഭ്യമുഞ്ജൻ. ധർമാദികാൻ അഭിസൃജൻ അധകർധമം ച വാണീം വിധായ വിധിഃ അങ്കജ സങ്കുലോഭൂത്. തുദ്ബോധിതൈഃ സനക ക്ഷേമുകൈഃ തനൂജൈഃ സനക ദക്ഷമുഖൈഃ തനൂജൈഃ ഉദ്ബോധിത ച വിരരാമ തമോ വിമുഞ്ജൻ. ധർമാദികാനഭിസ്യജന്നതകർദമം ച വാണീം വിധായ വിധിരങ്കജ സങ്കുലോഭൂത്. തുദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ
രുദ്ബോധിതച്ച വിരരാമ തമോ വിമുഞ്ചൻ. ഇത് പിരിച്ചു പറയാം നമുക്ക്. ധർമ്മ ആദികാൻ അഭിസൃജൻ അധ കർദമം ച വാണീം വിദായ വിധിഹി അങ്കജ സങ്കുല അഭൂത്. തദ്ബോധിതൈഃ സനക ദക്ഷ മുഖൈഃ തനൂജൈഃ ഉദ്ബോധിത ച വിരരാമ തമഃ വിമുഞ്ചൻ. ധർമ്മ ആദികാൻ അഭിസൃജൻ അധ കർദമം ച വാണീം വിദായ വിധിഹി അങ്കജ സങ്കുലാഭൂത്. തദ്ബോധിതൈഃ സനക ദക്ഷ മുഖൈ തനൂജൈഃ ഉദ്ബോധിത ച വിരരാമ തമ വിമുഞ്ചൻ. ധർമാധികാൻ വിസൃജന്നത കർമ്മ ച വാണീം വിധായ വിതിരങ്കജ സങ്കുലോ ഭൂത്. ത്വദ്ബോധിതേ സനക ദക്ഷ മുഖൈസ്തനൂജൈ രുദ്ബോധിതച്ച വിരരാമ തമോ വിമുഞ്ചൻ. ബ്രഹ്മാവ് ആദ്യം അവങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് ആരൊക്കെ വന്നു നമ്മളെ കേട്ടല്ലോ, എല്ലാ മുനിമാരും എത്തി. അടുത്ത ആരാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? ബ്രഹ്മാവ് ധർമ്മദേവനെ സൃഷ്ടിച്ചു. യമൻ ധർമ്മദേവനെയും അനന്തരം കർമ്മ പ്രജാപതിയും. ആദ്യം ധർമ്മദേവനെ സൃഷ്ടിച്ചു, പിന്നെ കർമ്മ പ്രജാപതിയെ സൃഷ്ടിച്ചു, പിന്നെ സരസ്വതി ദേവിയെയും ഉത്പാദിപ്പിച്ചു. ബ്രഹ്മാവ് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് എല്ലാരും കേൾക്കുക, അതായത് ഒരു രസകരമാണിത്. ബ്രഹ്മാവ് ധർമ്മദേവൻ തുടങ്ങിയവരെയും അനന്തരം കർമ്മ പ്രജാപതിയെ സൃഷ്ടിച്ചിട്ട് പിന്നീട് സരസ്വതി ദേവിയെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. പക്ഷേ ബ്രഹ്മാവ് സരസ്വതി ദേവിയെ ഉത്പാദിപ്പിച്ചപ്പോൾ ബ്രഹ്മാവ് കാമവിവശനായി ഭവിച്ചു. അങ്ങയാല് പ്രേരിതനായ സനകൻ, ദക്ഷൻ തുടങ്ങിയ തനയന്മാരാൽ അപ്പൊ ബ്രഹ്മാവക്ക് സരസ്വതി ദേവിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് കാമപരവേശനായിപ്പോയി. സരസ്വതി ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് ബ്രഹ്മാവ് കാമവിവശനായി ഭവിച്ചപ്പോൾ പ്രേരിതനായ അങ്ങയാൽ, അതായത് മഹാവിഷ്ണുവിനാൽ പ്രേരിതനായ സനകൻ, ദക്ഷൻ തുടങ്ങിയ തനയന്മാരാൽ ഉണർത്തപ്പെട്ടവനായി ഉടനെ തന്നെ അജ്ഞാനത്തെ ഉപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ചു. ഈ ശ്ലോകത്തിനൊരു നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനായിട്ടപ്പോൾ നമ്മുടെ ഭൂലോകത്തിലാണ് ബ്രഹ്മാവ് ഉള്ളതെന്നുള്ളതാണ്. ബ്രഹ്മാവ് വേറെ വലിയൊരു ദൈവമല്ല, അത് ബ്രഹ്മാവ് നമ്മുടെ മനുഷ്യനെ പോലെ തന്നെയാണെന്നാണ് ഈ ശ്ലോകം. കർദമം ച വാണീം വിധായ വിധിഹി അങ്കുജ സങ്കുലാഭൂത്. ത്വദ്ബോധിതൈ സനകദക്ഷമൈഃ ഉദ്ബോധിത വിരരാമ തമം വിമുഞ്ചൻ. അതായത് ബ്രഹ്മാവ് ധർമ്മദേവനെ സൃഷ്ടിച്ചു, അതിനുശേഷം കർമ്മദേവനെ സൃഷ്ടിച്ചു, അതിനുശേഷം സരസ്വതി ദേവിയെയും ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ സരസ്വതി ദേവിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ബ്രഹ്മാവ് കാമപരവേശനടുത്ത പറയുന്നത്, നീ എന്തു ചെയ്തു? സനകൻ, ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകൻ, ദക്ഷൻ മുതലായവരെ കൊണ്ട് ബ്രഹ്മാവിനെ ഉപദേശിപ്പിച്ചിട്ട് ബ്രഹ്മാവിനെ ആ സമയത്തുണ്ടായ ബ്രഹ്മാവിന്റെ അജ്ഞാനത്തിൽ നിന്നും ബ്രഹ്മാവിനെ ഉണർത്തിവിട്ടു. ആ സമയത്ത് ബ്രഹ്മാവിനുണ്ടായ അജ്ഞാനത്തിൽ നിന്നും ബ്രഹ്മാവിൽ നിന്നും നീ തന്നെ ബ്രഹ്മാവിന്റെ തന്നെ പുത്രന്മാരായ സനകൻ, ദക്ഷൻ എന്നിവരെ ഉപയോഗിച്ച് ബ്രഹ്മാവിന്റെ അജ്ഞാനത്തിൽ നിന്നും ബ്രഹ്മാവിനെ ഉണർത്തിവിട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. വേദാൻ പുരാണ 9ാമത്തെ ശ്ലോകം. വേദാൻ പുരാണ നിവഹാൻ അഭിസർവ വിദ്യാഃ കുർവൻ നിജാനന ഗണാത് ചതുരാനനാസൗ. വേദാൻ പുരാണ നിവഹാൻ അഭിസർവ വിദ്യ കുർവൻ നിജാനന ഗണാത് ചതുരാനനോസൗ. പുത്രേഷു തേഷു വിനിതായ ച സർഗവൃദ്ധി ആപ്നുവാംസ്തവ പദാംബുജമോ ശ്രുതോ ഭൂത്. ആപ്നുവാൻ തവ പദാംബുജമാശ്രിതോ ഭൂത്. വേദാൻ പുരാണ നിവഹാൻ അഭിസർവ വിദ്യാഃ കുർവൻ നിജാനന ഗണാത് ചതുരാനനാസൗ. പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാനുവൻ തവ പദ അംബുജം ആശ്രിതോ ഭൂത്. ഇതിനെ പിരിച്ചു പറയുമ്പോൾ വേദാൻ പുരാണ നിവഹാൻ അഭി സർവവിദ്യാഃ കുർവൻ നിജ ആനന ഗണാഃ ചതുരാനനാസൗ. കുർവൻ നിജാനന ഗണാന് ചതുരാനനാസൗ. പുത്രേഷു തേഷു വിനിധായ ച സർഗവൃദ്ധി. പുത്രേഷു തേഷു വിനിധായ ച സർഗവൃദ്ധി അപ്രാപ്നുവാൻ തവ പദ അംബുജം ആശ്രിതോ ഭൂത്. അപ്രാപ്നുവാൻ തവ പദ അംബുജം ആശ്രിതോ ഭൂത്.
വേദാൻ പുരാണ നിവഹാൻ അഭി സർവവിദ്യ കുർവാൻ നിജാനനാ ഗണ ചതുരാനനാസൗ പുത്രേഷു തേഷു വിനിതായ ച സർഗവൃദ്ധി പ്രാപ്നുവം സ്തവ പദാം പുജോഷിതോ ആശ്രിതോ ഭൂത് വേദാൻ പുരാണ നിവഹാൻ അഭി സർവവിദ്യാഃ കുർവൻ നിജാനന ഗണാത് ചതുരാനനാസൗ പുത്രേഷു തേഷു വിനിതായ ച സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദം ഭുജം ആശ്രിതോ ഭൂത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അപ്രകാരം ഇരിക്കുന്ന ഈ നാൻമുഖൻ, ആരൊക്കെയാണ് നാൻമുഖൻ? ബ്രഹ്മാവ് ഇങ്ങനെ പുത്രന്മാരാൽ തന്നെ ബ്രഹ്മാവിന്റെ അജ്ഞാനത്തെ മാറ്റേണ്ടി വരുന്നു. അപ്പൊ അപ്രകാരം ഇരിക്കുന്ന ഈ നാൻമുഖൻ ബ്രഹ്മാവ് തന്റെ മുഖങ്ങളിൽ നിന്നും ഋക്ക്, യജസ്, സാമം, അഥർവണം എന്നീ 4 വേദങ്ങളെയും പുരാണ സമൂഹങ്ങളെയും വേദാംഗങ്ങൾ അടങ്ങിയ എല്ലാ വിദ്യകളെയും വേദങ്ങൾ അടങ്ങിയ എല്ലാ വിദ്യകളെയും നിർമ്മിക്കുകയും മരീചി മുതലായ ആ പുത്രന്മാരിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത ശേഷം പ്രജാസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ പ്രാപിക്കാത്തവനായി അങ്ങയുടെ ചരണകമലത്തെ ശരണം പ്രാപിച്ചവനായി ഭവിച്ചു. ബ്രഹ്മാവ് പിന്നെ എന്ത് ചെയ്തു? തന്റെ തന്നെ സ്വന്തം പുത്രന്മാരാൽ തന്നെ അങ്ങയുടെ അജ്ഞാനം മാർത്തി നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ. അപ്പൊ ഈ നാൻമുഖൻ, ബ്രഹ്മാവിന്റെ 4 മുഖം ഉള്ളതുകൊണ്ട് നാൻമുഖൻ എന്നാ പറയുന്നത്. ബ്രഹ്മാവ് തന്റെ ഈ നാൻമുഖൻ തന്റെ മുഖങ്ങളിൽ നിന്നും ഋക്ക്, യജസ്, സാമം, അഥർവണം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം എന്നീ 4 വേദങ്ങളെയും പുരാണ സമൂഹങ്ങളെയും വേദാംഗങ്ങൾ അടങ്ങിയ എല്ലാ വിദ്യകളെയും നിർമ്മിക്കുകയും ഇതെല്ലാം മരീചി മുതലായ ആ പുത്രന്മാരിൽ ഇവയൊക്കെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ അവയവത്തിൽ നിന്നുണ്ടായവരാണല്ലോ മരീചി മുതലായ ഋഷിമാർ. അപ്പൊ ഈ വേദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിൽ പ്രതിഷ്ഠിക്കുകയും എന്നിട്ടും ഈ സൃഷ്ടിയില് ചെയ്തതൊക്കെ മതിയായില്ല എന്ന് അങ്ങർക്ക് തോന്നി. അങ്ങനെ ചെയ്ത സൃഷ്ടിയിൽ അങ്ങർക്ക് തന്നെ തൃപ്തി ആയില്ല. പിന്നെയും പോയിട്ട് ഭഗവാൻ, അതായത് നിന്നെ തന്നെ വന്ന് നാൻമുഖൻ സമീപിച്ചു എന്നാണ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട്. ഇതൊക്കെ സൃഷ്ടി ചെയ്ത ശേഷം ബ്രഹ്മാവിന് തൃപ്തി വരാതെ നിന്റെ അടുത്ത് തന്നെ വന്നിട്ട് എനിക്ക് ആത്മതൃപ്തി ആയില്ല സൃഷ്ടി ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് നിന്റെ അടുത്ത് തന്നെ വന്ന് ബ്രഹ്മാവ് ശരണം പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നാരായണ ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. ജാനന്നുപായമലദേഹം അജവിഭജ്യ സ്ത്രീ പുംസഭാവം അഭജത് മനുതദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയൻ ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. ജാനന്നുപായം അലദേഹമജവിഭജ്യ സ്ത്രീ പുംസഭാവം അഭജത് മനുതദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയൻ ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. ഇതിന്റെ പിരിച്ചു പറയുമ്പോൾ ജാനൻ, ഉപായം, അത, ദേഹം, അജഹ വിഭജ്യ സ്ത്രീ പുംസ ഭാവം അഭജത് മനുതത് വധൂഭ്യാം താഭ്യാം ച മാനുഷ കുലാനി വിവർദ്ധയൻ ത്വം ഗോവിന്ദ മാരുത പുരേശ നിരുന്തി രോഗാൻ. ജാനന്നുപായമലദേഹമജോ വിഭജ്യ സ്ത്രീ പുംസ ഭാവം അഭജത് മനുതത് വധൂഭ്യാം താഭ്യാം ച മാനുഷ കുലാനി വിവർദ്ധയൻ ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. അതിൽ പിന്നെ ബ്രഹ്മാവിന് പ്രജാഭിവൃദ്ധിക്കുള്ള ഉപായത്തെ അറിഞ്ഞ് പിന്നെ ബ്രഹ്മാവ് എനിക്ക് സൃഷ്ടി ചെയ്യാൻ മടുത്തുകയല്ല, എനിക്കിനി എങ്ങനെ സൃഷ്ടി ചെയ്യണമെന്ന് അവനെ മനസ്സിലായില്ല. ഞാൻ എല്ലാവരെയും പറഞ്ഞു, പിന്നെ സൃഷ്ടിക്കുന്ന പറയാൻ എല്ലാവരും മറക്കാണ്. പ്രജാപതികളൊക്കെ സൃഷ്ടിച്ചു, അവരും സൃഷ്ടി ചെയ്യാൻ മറക്കാണ്. എന്റെ അവയവങ്ങളിൽ തന്നെ ഋഷിമാരെ സൃഷ്ടിച്ചു, അവരും പിന്നീട് സൃഷ്ടി ചെയ്യാൻ മറക്കാണ്. സനൽകുമാരന്മാരെ സൃഷ്ടിച്ചു, അവരും സൃഷ്ടി ചെയ്യുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് നിന്നെ തന്നെ വന്ന് ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ഗുരുവായൂരപ്പനെ തന്നെ വന്ന് ശരണം പ്രാപിച്ചു. ഇനി ഞാൻ സൃഷ്ടിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ബ്രഹ്മാവ് വന്ന് മഹാവിഷ്ണുവിനോട് തന്നെ വന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പിന്നെ ബ്രഹ്മദേവന് പ്രജാഭിവൃദ്ധിക്കുള്ള ഉപായത്തെ അറിഞ്ഞ് തന്റെ ശരീരത്തെ 2ആയി പകുത്ത് മനുവിനെ കൊണ്ടും ഭാര്യയായ ശതരൂപയെ കൊണ്ടും സ്ത്രീ പുരുഷാവയെ പ്രാപിച്ചു. അപ്പൊ ഇതൊന്നും ചെയ്യാതായപ്പോ ബ്രഹ്മാവ് തന്നെ, മഹാവിഷ്ണു പറഞ്ഞു, ബ്രഹ്മാവ് തന്നെ 2ആയി കൂടുക. മനു എന്ന പുരുഷഭാഗവും ശതരൂപ എന്ന സ്ത്രീഭാഗവുമായി ബ്രഹ്മാവ് തന്നെ 2ആയിട്ട് മാറി. അതായത് ബ്രഹ്മദേവന് പ്രജാഭിവൃദ്ധിക്കുള്ള ഉപായത്തെ അറിഞ്ഞ് തന്റെ ശരീരത്തെ 2ആയി പകുത്ത് മനുവിനെ കൊണ്ടും ഭാര്യയായ ശതരൂപയെ കൊണ്ടും സ്ത്രീ പുരുഷാവസ്ഥയെ പ്രാപിച്ചു.
വദാലേശ കൈവല്യപ്രഭു അവരെ കൊണ്ട് തന്നെ മനുഷ്യവർഗങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിൻ തിരുവടി എന്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണമേ. ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവ് എല്ലാവരും സൃഷ്ടിക്കാൻ തുടങ്ങി. അവയവങ്ങളിൽ സൃഷ്ടിച്ചു, പ്രജാപതിയിൽ സൃഷ്ടിച്ചു, എല്ലാവരും സൃഷ്ടിച്ചും ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യാൻ ഇനി ഏത് രീതിയിലാണ് സൃഷ്ടി ചെയ്യണമെന്ന് അറിയാതെ ഇവരൊക്കെ ഒന്ന് സൃഷ്ടി ചെയ്യാൻ മടിക്കുകയാണ്, തിരിച്ച് സൃഷ്ടി ചെയ്യാൻ മടിക്കുകയാണ്. അപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബ്രഹ്മാവ് വന്ന് വിഷ്ണുവിന്റെ അടുത്ത് ശരണം പ്രാപിച്ചപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞു, നീ തന്നെ രണ്ടായിക്കൊള്ളുക, ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് മാറിക്കൊള്ളുക. അപ്പൊ ബ്രഹ്മാവ് തന്നെ രണ്ടായിട്ട് മാറി, സ്ത്രീ അവസ്ഥയിലും പുരുഷാവസ്ഥയിലുമായിട്ട് 2 രൂപങ്ങളായിട്ട് മാറി. മനു എന്ന പുരുഷാവസ്ഥയും ശതരൂപ എന്ന സ്ത്രീ അവസ്ഥയുമായിട്ട് ബ്രഹ്മാവ് തന്നെ രണ്ടായിട്ട് മാറി. അവര് 2 പേരും പുരുഷനും സ്ത്രീയുമായതുകൊണ്ട് അവര് പിന്നെ ധാരാളം പേരെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ ആളെ സൃഷ്ടിച്ച, ഇങ്ങനെയൊക്കെ മഹത്വം ചെയ്ത മഹാനുഭാവോ ഗുരുവായൂരപ്പ, എന്നെ നീ എല്ലാ സർവ്വരോഗങ്ങളിലും കാത്തേറിയണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നാരായണായ നാരായണായ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയ വാസവിഷ്ണോ. ഈ അധ്യായത്തോടെ നമ്മുടെ 10ാം ദശകമായ സൃഷ്ടിഭേദ വർണ്ണനം സമാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, പാരായണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ അർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് വഴിയും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ ചാറ്റ് ബോക്സ് വഴിയൊക്കെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പാരായണം ക്ലാസ് നിർവഹിച്ച ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.